മനസ്സിലായില്ലേ? വയ്യെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ആരോഗ്യമുള്ളവർ ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, പുള്ളി രണ്ടൊന്ന് ഓപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്, മൂടിച്ചു തേച്ച് കഴുകി. ഇനി എന്നാ ഉള്ളേ? ഇത് കറണ്ടാണോ? അത് മൂപ്പരെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. വൈദ്യുതി ഉണ്ടോ? എത്ര മണിക്കൂറുണ്ട്? പ്രഖ്യാപിച്ച കെട്ട, പ്രഖ്യാപിച്ച കെട്ട്, പ്രഖ്യാപിക്കാത്ത കെട്ട്, അന്തക്കെട്ട്, ഇന്തക്കെട്ട്, ആകെ കട്ട. 4 മണിക്കൂറില്ല. 10 ഇരട്ടി കൂടി ചാർജ്. മിനിഞ്ഞാന്ന് ഒടുക്കത്തെ കൂട്ടർ കൂട്ടി. വായിക്കൽ എഴുതുന്ന കൂട്ടറാണ്. ചേരുന്ന പണി അതാണ്. വൈദ്യുതി എന്ന് പറഞ്ഞ നശിപ്പിച്ചുകള് നശിപ്പിച്ചില്ലേ? ഇടുക്കി ഡാമിനകത്ത് എലി മൂത്രം ഒഴിക്കുന്ന പോലെ വെള്ളം ഇല്ല, മഴയില്ല. ഇങ്ങേരോട് ആരോ വിട്ടിയാൻ പറഞ്ഞു, ആ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വരും, അതുകൊണ്ട് ഇടുക്കി ഡാമിനകത്ത് വെള്ളം മുഴുവൻ ഉണ്ടാക്കി കറണ്ട് ഉണ്ടാക്കിക്കോ, പൊട്ടി വരുമ്പം വെള്ളം ബാക്കി വന്നോളും എന്ന് പറഞ്ഞു. ഇങ്ങേരത് കേട്ടു. ഉണ്ടായിരുന്ന വെള്ളമെല്ലാം ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കി വിറ്റ് കാശാക്കി. സാധാരണ ഇടുക്കി ഡാമിൽ വെള്ളം മഴക്കാലത്ത് സ്റ്റോക്ക് ചെയ്ത് വേനൽക്കാലത്ത് വൈദ്യുതി ഉണ്ടാക്കിയാണ് വൈദ്യുതി കെട്ടിട നേരിട്ടത്. AK ബാലൻ എങ്ങനെയാണ്, പിണറായി വിജയൻ എങ്ങനെയാണ്, പിന്നെ നമ്മുടെ സഖാവ് മേനോൻ അങ്ങനായിരുന്നു, ശിവദാസ മേനോൻ ഇല്ലേ? ഇതൊന്നും അങ്ങനെയില്ല. അറിയാൻ മേലെ എല്ലാവരും സർവജ്ഞ വീടം കയറിയതാണ്. അറിയാൻ മേലാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണ്ടേ? അങ്ങനല്ലേ? മാതാ കണ്ടതുപോലെയാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, കാരണവന്മാർ കണ്ടതുപോലെ പൊതുകാര്യം. എന്നിട്ടോ ഇപ്പൊ വലിയ പ്രതിസന്ധിയില്ലല്ലേ? നശിപ്പിച്ചു. നിർമ്മാണത്തിൽ വയ്ക്കുന്ന പദ്ധതികളൊന്നുമില്ല. ഇപ്പൊ ഈയിടെ കൂട്ടി, ഇനിയും കൂട്ടും. ഇപ്പൊ പണ്ടാരെന്ന് പറഞ്ഞാൽ ഇത് പുലിയുടെ വാലക്കൽ പിടിച്ച പരുവാണ്. വൈദ്യുതി കണക്ഷൻ മേടിച്ചത് അവർക്ക് വിടാവൂ, വേണമെന്ന് വെക്കാവൂ, ഒന്നും വയ്യാത്ത സ്ഥിതിയിലാണ് നിങ്ങളും ഞാനും എല്ലാം രാജ്യം മുഴുവൻ. അതാണ് ഇപ്പൊ വൈദ്യുതി റെഗുലേറ്ററി കമ്മിറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് 3-4 കാരണവന്മാരെ വെച്ചിട്ടുണ്ട്. എന്തിനാ? വൈദ്യുതി ചാർജ് തീരുമാനിക്കും. ചാർജൊക്കെ തീരുമാനിക്കട്ടെ, പ്രതിഷേധിക്കണം അതിനോട്. പക്ഷെ പറഞ്ഞു ഇവിടെ റെഗുലേറ്ററി കമ്മിറ്റി കാരണവന്മാര് കമ്മിറ്റി കൂടി കശുവണ്ടിയൊക്കെ ഇങ്ങനെ കശുവണ്ടി കുറിക്കുക എന്ന് പറയും. തിന്നോണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അവർ പറയാ 900 വരെ കൂടിയാണെന്ന്. ഏതാ? വൈദ്യുതി ബോർഡില് പതിറ്റാണ്ടുകളായി നടത്തിയ ത്യാഗോചരമായ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് കൂടിയുണ്ടായത്. അത് വെട്ടിക്കുറയ്ക്കണമെന്നാണ് റെഗുലേറ്ററി. യുദ്ധം നടക്കും, യുദ്ധം കേരളത്തിൽ. മനസ്സിലായില്ലേ? അതൊന്നും ചെയ്യാൻ റെഗുലേറ്ററി കമ്മിറ്റിക്ക് എന്നല്ല, ഈ രാജ്യത്ത് സൂര്യനാട് ഒരു ഭരണാധികാരിക്കും അവകാശമില്ല. അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതല്ലേ ഒരു വകുപ്പിത്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു വകുപ്പുണ്ട്, ട്രാൻസ്പോർട്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പുള്ളി പറയും ഇത് പൂട്ടും എന്നാണ്. ഇല്ലേ? ഇങ്ങനൊരു മന്ത്രിയുണ്ട്. ഇത് പൂട്ടുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തെ പൂട്ടാനുള്ള എല്ലാ ഒത്താശയും ഡൽഹിയിൽ നിന്ന് നമ്മുടെ മൻമോഹൻ സിംഗ് ചെയ്തു. ഡീസലിന്റെ എല്ലാം വില കൂട്ടി, സബ്സിഡി എല്ലാം എടുത്തു കളഞ്ഞ് സഹായിച്ചു.